1,00,000 കടം വാങ്ങി. എന്റെ ചില ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്ത് എനിക്ക് നല്ല ലാഭവും കിട്ടി. 1,00,000 എന്റെ കയ്യിൽ നിന്ന് 2,00,000 മാറി. ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ വെറും 1,00,000 അല്ല, ഒരു 10,000 രൂപ കൂടെ അധികം കൊടുക്ക. അത് സുന്നത്താണ്. വിവരമില്ലായ്മ കാരണമുള്ള പരിഹാസമാണിത്. ദാനധർമ്മം ചെയ്യുന്നതും പലിശ നൽകുന്നതും ഒരുപോലെയാണെന്നാണ് പാവം കരുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 10,000 രൂപ ഞാൻ തരാം, അടുത്ത മാസം കൃത്യമായി അടുത്ത മാസം 1-ാം തീയതി തന്നെ ആ 10,000 രൂപ എനിക്ക് തിരിച്ചു തരണം എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ പലിശയായി 1,000 രൂപ കൂടെ തന്നെ തന്നിരിക്കണം. ഇതാണ് പലിശ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപം. ഇത് പണക്കാരനെ ധനികനാക്കുമെങ്കിലും പാവപ്പെട്ടവനെ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തുകയും ആത്മഹത്യയിലേക്കടക്കം എത്തിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയായതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത് നിഷിദ്ധമാക്കിയ കാര്യം തന്നെയാണ്. പക്ഷെ പാവപ്പെട്ട ആളുകൾക്ക് ബിസിനസ് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെയായി അങ്ങോട്ടും ഇങ്ങോട്ടും കടം നൽകുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹനം നൽകി വളരെ പുണ്യമുള്ള കാര്യമായി അവതരിപ്പിച്ചു. പക്ഷേ കടം നൽകുന്ന സമയത്ത് തിരിച്ചടക്കേണ്ടതും അതേ തുക തന്നെയാണ് എന്ന രൂപത്തിലാണ് കടം നൽകേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് കടം നൽകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഇരട്ടി അതല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കാശ് തിരിച്ചു തരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടാക്കലാണ്, അത് പലിശയാണ്, ഇത് നിഷിദ്ധമാണ്. കടം കിട്ടിയ ആൾക്ക് എനിക്കതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായല്ലോ, അയാൾ 10,000 എനിക്ക് നൽകിയപ്പോൾ അതുകൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള നിലക്ക് 1,000 രൂപയോ എന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കുക എന്നുള്ളത് അത് പുണ്യകാര്യം തന്നെയാണ്. പക്ഷെ അത് തെറ്റാവുന്നത് എപ്പോഴാണ്? കടം നൽകുന്ന ആൾ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് 10,000 തരുന്നു, തിരിച്ചു തരുമ്പോൾ 10,000 തന്നാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ തരണം എന്ന് ആദ്യമേ പറയുമ്പോഴാണ് അത് തെറ്റാവുന്നത്. നേരെ മറിച്ച് കടം കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എക്സ്ട്രാ കാശ് തരണമെന്ന നിബന്ധനയൊന്നും പറഞ്ഞിട്ടില്ല. ആ 10,000 കൊടുക്കുന്നു, ആ 10,000 തന്നെ തിരിച്ച് തന്നാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അയാളൊരു മനസ്സലിവ് കൊണ്ട് എനിക്കൊരു ഉപകാരം ചെയ്തതല്ലേ എന്നുള്ള നിലക്ക് കുറച്ച് കാശോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്താൽ അത് പുണ്യമുള്ള കാര്യമാണെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ കൂടുതൽ കാശ് എക്സ്ട്രാ കരുതരുത്, കൊടുക്കുന്ന കാശ് മാത്രമേ തിരിച്ചു വാങ്ങാവൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതോടൊപ്പം കടം തിരിച്ചു കൊടുക്കാനുള്ള ആളുകളോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ വാങ്ങിയ കടം ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്നവരാണെന്നാണ്. മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ ഒരാൾ കടം തിരിച്ചു കൊടുക്കാൻ നേരത്ത് അദ്ദേഹം നൽകിയതേ ഒട്ടകം എൻ്റെ കയ്യിലില്ല, അതിനേക്കാൾ മുന്തിയ ഒട്ടകമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ മുന്തിയത് തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കടം വാങ്ങിയത് നിസ്സാരമായതാണെങ്കിലും തിരിച്ചു നൽകുന്നത് ഏറ്റവും മുന്തിയതാവുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യത്താണ്, സുന്നത്തായ കാര്യമാണെന്നാണ് പരിശുദ്ധ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്.